الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألا إن أولياء الله لا خوف عليهم ولا هم يحزنون صدق الله مولانا العظيم. സ്റ്റേജിലുള്ള ബഹുമാനരായ ഉലമാക്കളെ, ഉസ്താദുമാരെ, കമ്മിറ്റി പ്രസിഡന്റ്, സെക്രട്ടറി തുടങ്ങിയ ഭാരവാഹികളെ, മുന്നിലുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, നമ്മുടെ മുഹിയുദ്ദീൻ ജുമാ മസ്ജിദിൽ നടന്നു വരുന്ന ഖുതുബിയത്തിൻ്റെ 40ാം വാർഷികത്തിലാണ് നാം ഇവിടെ സമ്മേളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിമഹത്തായ വലിയ പുണ്യമുള്ള ഈ സഭയിൽ ഈ ദിവസം നമ്മൾക്ക് ഒരുമിച്ച് കൂടി കാണുവാനും സംസാരിക്കുവാനും കേൾക്കുവാനും ഒക്കെ തൗഫീഖ് നൽകിയ അള്ളാഹുവിനെ ആദ്യമായി സ്തുതിച്ചുകൊള്ളുന്നു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ, നമ്മളിൽ നിന്നും മൗത്തായിക്കൊണ്ട് 6 അടി മണ്ണിൽ ജീവിക്കുന്ന, നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ എല്ലാവരുടെയും സർവ്വ പാപങ്ങളും ഈ മജ്‌ലിസിന്റെ ബർക്കത്തോടെ നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അവരുടെ എല്ലാ ഖബറുകളിലെ സുഖ പൂങ്കാവനമാക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയുമെല്ലാം ആരംഭപ്പോയ മുത്തു മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഞങ്ങളെ നീ പ്രവേശിപ്പിക്കുകയും ചെയ്യണേ റഹ്മാനെ എന്ന് ആദ്യമായി ദുആ ചെയ്യുകയാണ്. മഹാനരായ ഗൗസുൽ ആദം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസ് മഹാനർവകളെ അനുസ്മരിച്ചുകൊണ്ട് മഹാനവരുടെ പേരിൽ നാം വർഷത്തിലൊരിക്കൽ ഖുതുബിയത്ത് നടത്തി വരുന്നു. ഈ ഖുതുബിയത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത് മഹാനായ സദഖത്തുല്ലാഹിൽ ഖാരി റളിയല്ലാഹു തആല എന്ന വലിയൊരു മഹാനാണ്. കീളക്കര അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകൾ എല്ലാവരും ഏർവാടി പോകുമ്പോൾ ഒന്ന് കീളക്കര കയറി സിയാറത്ത് ചെയ്തിട്ട് പോകുന്ന ഒരു സമ്പ്രദായം നമുക്കുണ്ട്. ആ മഹാനവറുകളാണ് ഈ ഗൗസുല്ലാദമിനെ നല്ലോണം നമുക്ക് പരിചയപ്പെടുത്തി തന്നതും മഹാനവറുകൾ ഒടിക്കേണ്ടതായ കർമ്മങ്ങളും അതിൻ്റെതായ അതിൻ്റെ ആ രൂപങ്ങളൊക്കെ ഏത് രീതിയാണ് ഖുതുബിയത്ത് കൈക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നത് മഹാനവറുകളായിരുന്നു. شرفت جيلانا بالميلاد ساكنه علمت بالقبر بغدادا أماكنه يزوره كل مشتاق ولكنه في بيته قد يلاقي محي الدين يا محي الدين يا محي الدين يا محي الدين عبد القادر الجيلاني. മഹാനകൾ ഈ പുകഴ്ത്തി ഇങ്ങനെ പറഞ്ഞതാണ്. എന്നിട്ടാണ് മഹാനകൾ പറഞ്ഞത്, വമയ്യുനാദിസ്മി അൽഫം ബിഖൽവതി അസ്മം ബിഹിമ്മതി സർമൽ ലിഗഫവതി അജബ്തുഹു മുസ്രിഅൻ മിൻ അജ്ലി ദഅവതി يا من اسمندا يا محي الدين. മഹാനവറുകളെ സംബന്ധിച്ച് പറഞ്ഞു തന്നതാണ്. അവസാനം ഒരു ബൈത്ത് എന്തോ തെറ്റുണ്ടെന്ന് തോന്നുന്നു. ഇതതിൻ്റെ പോലെ അബ്ദുൽ ഖാദിർ മുഹിയുദ്ദീൻ ആരെങ്കിലും ഗൗസുല്ലാദമിൻ്റെതായ പേരിനെ വിളിച്ചു കാലിയായ ഒരു സ്ഥലത്ത് വെച്ചിട്ട് അങ്ങനെ വിളിച്ചാൽ
അസ്മൻ ബി ഹിമ്മത്തിഹി സർമൻ ലിഗഫവതിഹി, നല്ല മനക്കരുത്തോടുകൂടി ഔസല്ലാദം പേരും ഉത്തരം ചെയ്യുന്നുള്ളതായ ഗട്ടിയുള്ള വിചാരത്തോടുകൂടി നിയ്യത്തോടുകൂടി വിളിച്ചാൽ മനസ്സിൽ ഗട്ടി വേണം, വരുമെന്ന് ഉത്തരം ചെയ്യുമെന്ന്. ഇത് ബേരോ കേക്കോ അത് അടുത്തത് ഉരുണ്ട് ബഗ്ദാദിലേക്ക് എത്തണം കൊണ്ട് വിസ കിട്ടാനത്തെ സമയം പോകണം. ഇങ്ങനെ വിളിച്ചാൽ കേക്കോ ഇടുന്നില്ലേ, വിളിക്കുന്ന റൂമാകെ അടച്ചു കെട്ടിയതല്ലേ, ഈ ശബ്ദം ആടെ കേക്ക്, ഇതൊന്നും ഇങ്ങനെ എത്തിച്ചിക്കല്ല. ഇത് കേൾക്കുകയും ചെയ്യും, ഔസല്ലാം വരികയും ചെയ്യും, ഉത്തരം ചെയ്യുകയും ചെയ്യും എന്നുള്ള നനപ്പോടുകൂടി തന്നെ ഗട്ടിയുള്ളതായ വിശ്വാസത്തോടുകൂടി വിളിച്ചാൽ അജബ്തുഹു മുസ്രിഅൻ, ആ സന്ദർഭത്തിൽ തന്നെ ആ ടൈമിൽ തന്നെ ഞാൻ ഉത്തരം ചെയ്യും. റസൂലുള്ളാഹി പറഞ്ഞതാണ്. മിന്നജലി ദഅവത്തവും ഉച്ചാരണത്തിന് വേണ്ടിയിട്ട് അയാൾ എന്നെ വിളിച്ചില്ലേ, ഞാൻ പോവുകയും ചെയ്യും. അതുകൊണ്ട് ഫല്യതു യാ അബ്ദുൽ ഖാദിർ മുഹിയുദ്ദീനി, അതുകൊണ്ട് മുഹിയുദ്ദീൻ എല്ലാവരും ഏതാക്കും വിളിക്കണോ. എപ്പാ വിളിക്കണ്ടേ? ബഅദ സ്വലാത്തി സനതൈ അശ്റാത മിൻ റകഅ മഅൽ ഫവാതിഹി വൽ ഇഖ്ലാസ് ബിൽ ഖദ്അ. 12 റകഅത്ത് നിസ്കരിച്ചിട്ടാണ് റസൂലുള്ളാഹി തങ്ങളെ ഏതാക്കണ്ടേ വിളിക്കണ്ടേ. ആ രീതി നമുക്ക് പറഞ്ഞാൽ അങ്ങനെ വിളിച്ചാൽ ഞാൻ ഏതാക്കും ഉത്തരം ചെയ്യും. വല്ലേ നീലത്തിനും എന്നെ വിളിപ്പോർക്ക് വൈകൂടെ ഉത്തീരം ചെയ്യും ഞാനെന്നോവർ. ആരെങ്കിലും എന്നെ വിളിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അന്നേരം തന്നെ എനിക്ക് ഉത്തരം ചെയ്യൂന്ന് അതിൻ്റെ പരിഭാഷയാണ് മൊയ്തീമാലി പറഞ്ഞത്. അങ്ങനെയുള്ള മഹാനായ ഔസുല്ലാദ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസ് വലിയൊരു മനുഷ്യനാണ്. 90 വർഷം ഈ ഭൂലോകത്ത് ജീവിച്ചതായ മനുഷ്യനാണ്. എത്രയോ ആൾക്കാരെ ദീനിലേക്ക് കൊണ്ടുവന്ന മനുഷ്യനാണ്. ഇസ്ലാമിലേക്ക് ഏതാക്കി കൊണ്ടുവന്ന മനുഷ്യനാണ്. വൈതെറ്റി നടക്കുന്നതായ തെമ്മാടിത്തം നടന്ന മനുഷ്യരെ സ്വാലിഹായ മനുഷ്യരാക്കിക്കൊണ്ട് കുതുബായിക്കൊണ്ട് അവതാരമാരാക്കിക്കൊണ്ട് മാറ്റിയെടുത്ത മനുഷ്യനാണ്. ഇൽമിന്റെ വളരെയധികം ത്യാഗം ചെയ്തുകൊണ്ട് മഹാനവർ ലോകം മുഴുവനും ഏതാകെ ചുറ്റി നടന്നു. 25 ആണ്ടോളം ചുറ്റി നടന്നവർ 25 വർഷം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ചുറ്റി നടന്നവരാണ്. 40 ആണ്ടോളം വഅദ് പറഞ്ഞവർ 40 വർഷം വഅദ് പറഞ്ഞു. വഅദ് പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ അവലെ വഅദാലെ പലരും ചാകുന്നവർ. ആ വഅദിൻ്റെതായ ഗാംഭീര്യത്താൽ മനസ്സങ്ങൾ കുടുങ്ങി പല ആൾക്കാരും മൗത്തായി പോയിട്ടുണ്ട്, മരിച്ചു പോയിട്ടുണ്ട്. അത്രക്കും ഭയങ്കരമായ വഅദായിരുന്നു. അങ്ങനെ മനുഷ്യരെ നന്നാക്കിയെടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച വലിയൊരു മഹാനരാണ് ഔസുല്ലാദ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസ്. ചെറുപ്പകാലം തന്നെ പല അത്ഭുത സംഭവം കാണിച്ചു കൊടുത്ത, റമദാൻ മാസം ചെറുപ്പത്തിൽ തന്നെ മുല കുടിക്കുന്ന കാലത്ത് റമദാൻ മാസം പകൽ സമയത്ത് മുലനെ തൊടാതോവർ മുല കുടിക്കലില്ല. അസ്തമിച്ച് നോമ്പോർന്നതിന് ശേഷം മുല കുടിക്കൂ. ഇങ്ങനത്തെ ഒരു വലിയൊരു അത്ഭുത സംഭവം. മദ്രസയിൽ പഠിക്കുന്ന കാലത്ത് തന്നെ സത്യമായൊരു വാക്കല്ലാതെ ആ നാവിൽ നിന്ന് വന്നിരുന്നില്ല. സ്വന്തം ഉമ്മ തന്നെ പഠിപ്പിച്ചു കൊടുത്തു. ആര് എന്ത് ചെന്നാലും മോനെ സത്യമേ പറയാവൂ, സത്യമേ ചെല്ലാവൂ, എന്നല്ലാതെ നീ സൊല്ലോ നീ കളവോ നീ ഏതാകും തീരെ പറയാൻ തീരാ എന്ന് പഠിപ്പിച്ചു കൊടുത്തത് ഉമ്മാറാണ്. ഉമ്മയിൽ നിന്നാണ് ആദ്യം പഠിക്കേണ്ടതെല്ലാം. അങ്ങനെയല്ലേ ഉമ്മ സ്വന്തം മകന്റെ കയ്യിൽ പൊന്നു കൊടുത്തു, ദിർഹം കൊടുത്തു ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതുമായിട്ട് അങ്ങോട്ട് പോകുന്ന സന്ദർഭത്തിലാണ് ഒരു കള്ളൻ ഏതാക്കി കണ്ടു. മോനോട് പറഞ്ഞു, എന്താ മോൻ ഇങ്ങനെ പിടിച്ചെന്ത് നിന്റെ കയ്യിൽ? നമ്മളെ പോലത്തെ അത് കിടാക്കളാന്ന് പറയും. അത് സ്ലേറ്റിൽ എഴുതാനല്ല, പെൻസിലാണെന്ന് ചൊല്ലു. ഈ മോൻ ചൊല്ലിയതല്ല, ഉമ്മാന്റെ കൈയിൽ തന്ന പൊന്നിന്റെ ഇതാണ്, വേറെ കൊടുക്കാനുള്ളതാണ്. പൊന്നാ എടുത്തോ കാണിച്ചു. ഉണ്ടാകും
കളവ് പറയല്ല എന്നും മജന്നാരെ കള്ളന്റെ കയ്യിൽ പൊന്നു കൊടുത്തോവർ. കള്ളന്റെ കയ്യിൽ അങ്ങോട്ട് പൊന്നു കൊടുത്തു, കിടാവ് അങ്ങോട്ട് മനസ്സിലേക്ക് അങ്ങോട്ടേക്ക് പോയി. മനസ്സിലാക്കണം, ആ കള്ളനെ ആ പൊന്നെടുത്തിട്ട് അങ്ങാടി പോയിട്ട് വിറ്റിട്ട് പൈസാക്കിയിട്ട് സാപ്പാടടിക്കല്ല ചെയ്തേ. പടച്ചോനെ, ഈ ചെറിയ 5, 7, 8 വയസ്സുള്ള ഈ കിടാവ് പൊന്നിൻ്റെ എടുത്തിട്ട് ഇത്രയും മാത്രം സത്യം പറഞ്ഞിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ഞാൻ എത്ര കൊല്ലമായി മനുഷ്യന്മാരെ കാട്ടിട്ടും തോപ്പിച്ചിട്ടും കള പറഞ്ഞിട്ടും ഇങ്ങനെയൊക്കെ ചെന്ന് കിടക്കുന്നു. ഞാൻ മനുഷ്യനാ. ഇനി ഇപ്പണിക്ക് ഞാനില്ല എന്ന് മാനസികമായി അദ്ദേഹം ഏതാക്കി മടങ്ങി, തൗബ ചെയ്ത് മടങ്ങി അള്ളാഹുവിലേക്ക് അടുത്തതായ ചരിത്രമാണ്. എന്താ കാരണം? ഈ കിടാവിൻ്റെതായ സത്യമായ സംഭവം. ഇങ്ങനെ പല അത്ഭുതങ്ങളും നടത്തി ലോകത്ത് പല കറാമത്തുകളും കാണിച്ച് ബടക്കായവരൊക്കെ നന്നാക്കുക. ശപിക്കലല്ല ചെയ്ത് മോശമല്ലാതെ ബടക്കായവനെ ശപിക്കൂല. ബടക്കായിപ്പോട്ട്, നീ അങ്ങനെ ആയിപ്പോട്ട്, നീ ഇങ്ങനെ ആയിപ്പോട്ട് എന്നല്ല, ഓനെ കൈയോട് പിടിച്ചുകൊണ്ട് രക്ഷപ്പെടുത്താനാ നോക്കുക. എത്ര വല്ല ഉപദ്രവിച്ചു കഴിഞ്ഞാലും മഹാനവറുകൾ അസ്റഫുൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേ പാന്താവിന്റെ സ്വഭാവം, അതേ രീതിയിലുള്ള സ്വഭാവം. നബിതങ്ങളും അങ്ങനെ തന്നെയാണ്. ആരെന്ത് ആക്രമിച്ചാൽ ഉപദ്രവിച്ചാൽ ശപിക്കുകയോ പിടിക്കുകയോ ഒന്നും ചെയ്യൂല. അവർക്ക് വേണ്ടി നന്മ കൊണ്ട് അല്ലാഹു ദുആ ചെയ്യും. അതല്ലേ ത്വായിഫിൽ വെച്ചിട്ട് സകല ആൾക്കാർ കല്ലെറിഞ്ഞു, കൂക്കി വിളിച്ചു, ചെറിയ കിടാക്കളെ കൊണ്ട് കല്ലെടുത്തെറിഞ്ഞു, ശരീരം മാസകലം പൊട്ടി ചോര അങ്ങനെ ഒടിക്കുന്ന സന്ദർഭത്തിൽ, ക്ഷീണിച്ച ഒരു ഗ്ലാസ് തണ്ണി പോലും കൊടുക്കാനില്ലാത്ത സന്ദർഭത്തിൽ, അങ്ങേയറ്റം നിത്രാണമായിക്കൊണ്ട് ഒരു തണലിൽ പോയിട്ട് അങ്ങോട്ട് ഇരുന്നതായ സന്ദർഭത്തിൽ അവിടെ വെച്ചിട്ടും അക്രമികളായ ആൾക്കാർ വന്ന് കല്ലെറിഞ്ഞു. നബിതങ്ങൾ അങ്ങനെ ആക്രമിച്ചു, മക്കളെ കൊണ്ട് ഡോങ്കിയാക്കിച്ചു. ഇങ്ങനെ ചെയ്യിപ്പിച്ചിട്ടും നബിതങ്ങൾ അസ്റഫുൽ വറാ തഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വായിൽ നിന്ന് ഒരു അനാവശ്യമായ വാക്കുപോലും ഏതായില്ല, പുറത്തേക്ക് അങ്ങോട്ട് വന്നില്ല. ഇത് കണ്ട മലക്കുകൾക്ക് പോലും വേദന തോന്നിപ്പോയി. അന്നേരം നസൽ മലിക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്നിട്ട് നബിയോട് തങ്ങൾ ചോദിക്കും, നബിയെ, അള്ളാഹിന്റെ ഓർഡർ ഉണ്ട്, കാണുന്നതായ ത്വായിഫിൻ്റെതായ മലയുണ്ടല്ലോ, ആ മല കാക്കുന്നതായ അല്ലാഹുവിന്റെ മലായിക്കത്തുകൾ 2 മലക്കുകളുണ്ട്. ആ മലക്കളോട് ഞാൻ ചെല്ലട്ടോ, 2 ഇടയിൽ വെച്ചിട്ട് ഈ ആക്രമിച്ച അക്രമികളെ മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പോലത്തെ ആളാന്ന് ഒരു ഒന്ന് അലാക്കാക്കി കിട്ടിയാൽ മതി, നശിച്ചു പോയാൽ മതി, അലാക്കായിക്കോട്ടെ. നബിതങ്ങൾ ചെല്ലിയില്ല, വേണ്ട 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 വേണ്ട, ഫൈനകോമിയിലായാലമോ അവർ വിവരമില്ലാത്ത നബിയാണ്, തിരിയാത്തോടവർ ചെയ്തതാണ്. ആ പാവങ്ങൾക്ക് പടച്ചറപ്പേ എന്നെ പുറത്തു കൊടുക്കണേ. ആ പാവങ്ങളാണ് എന്നെ അറിയാണ്ട് കല്ലെറിഞ്ഞതാണ്, എന്നെ ചീത്ത വിരിച്ചതാണ്, എന്നെ ഉപദ്രവിച്ചതാണ്. അവർക്കൊന്നും അറിഞ്ഞൂടെ. പടച്ചറപ്പേ എന്നെ ശിക്ഷിക്കല്ല, ജിബ്രീലെ ശിക്ഷിക്കരുത്, ശിക്ഷിക്കരുത്. ഇവരല്ലെങ്കിൽ ഇവരുടെ കാലത്തിന് ശേഷം ഈ തായിഫിൽ അവരുടെ കുടുംബത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു കിടാവ് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. ഈ ശരീരത്തിൽ പോയതായ ചോരയല്ല എനിക്ക് പ്രശ്നം, ആ കിടാവിൻ്റെതായ ഇസ്ലാം അത് വിശ്വസിക്കലാണെന്ന് പറഞ്ഞ അഷ്റഫുൽ വറാ തഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവമാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളുടേത്. അങ്ങനെയുള്ള പൂർവികമായ എത്ര ഔലിയാക്കന്മാരാണ്, മഹത്തുക്കളാണ്. അവരെല്ലാം ആ ദർജ നേടിയതെല്ലാം എന്തുകൊണ്ട്? അവർ സത്യമായ നിലക്ക് അങ്ങോട്ട് ജീവിച്ചു. ആരോടും കളവ് ചെല്ലാതെ, ചതിക്കാതെ, തോപ്പിക്കാതെ, വഞ്ചിക്കാതെ കറക്റ്റ് ഫർദ് നിസ്കരിച്ചു, ജമാഅത്തായിട്ട് നിസ്കരിച്ചു, റമദാൻ മാസം നോമ്പ് നോറ്റു, ശവ്വാലിന്റെ നോമ്പ് നോറ്റു, അതേപോലെ വ്യാഴാഴ്ച തിങ്കളാഴ്ച നോമ്പ് നോറ്റു, മാസത്തിൽ 13, 14, 15ൻ്റെതായ നോമ്പ് നോറ്റു. കയ്യിലുണ്ടെങ്കിൽ അങ്ങോട്ട് ധർമ്മത്തിൽ കൊടുത്തു, കുടുംബക്കാരെ കൊണ്ട് സന്ദർശിച്ചു, ഉള്ളത് കൊടുത്തു. ഒരു കുടുംബക്കാരോട് ചൊടിക്കാതെ കണ്ട് സന്തോഷത്തോടുകൂടി ഏതൊരു മനസ്സിനെ കണ്ടാണ് ചിരിച്ച് പുഞ്ചിരിച്ച് അങ്ങോട്ട് സംസാരിക്കുന്ന, മുണ്ടുന്ന ആ പ്രകൃതിയിൽ കൂടി പോയി കഴിഞ്ഞാലും നാം അള്ളാഹുവിനെ കൊണ്ടാണ് അടുക്കുന്നത്. ഇതേ മാതിരിയുള്ള രൂപത്തിൽ അള്ളാഹുവിൻ്റെതായ ആ ഔലിയാക്ക് ഹൗസുള്ളവരുടെ മാർഗത്തിലേക്ക് നമുക്കും ചെന്നെത്താൻ സാധിക്കും.
എന്നല്ലാതെ കണ്ട് ഓരല്ല വലിയ ആലെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ തട്ടിപ്പിന്റെ കാര്യം എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആവൂല. നമുക്കും അതിൻ്റെതായ പരിശ്രമങ്ങൾ വേണം. ഇങ്ങനെയുള്ളതായ ഓസല്ലാതെ നമ്മൾ അനുസ്മരിക്കുന്നത്, റിഫായ് ശൈഖൻ അനുസ്മരിക്കുന്നത്, അഹമ്മദ് ബദവി തങ്ങൾ അനുസ്മരിക്കുന്നത്, മഹാനായ നമ്മുടെ സുൽത്താൻ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു തആല സറഉൽ അസീസ് തങ്ങൾ മഹാനവർക്ക് അനുസ്മരിക്കുന്നത് വേണ്ട. നമ്മുടെ സിഎം വലിയുള്ളാഹി ഉണ്ടല്ലോ, മടവൂരിന് അന്ത്യവിശ്രമം കൊള്ളുന്ന ആ മഹാമനവും നമ്മളെല്ലാം പോകുന്നവരല്ലേ. അവരെല്ലാം കൂടി ചെയ്തത് എന്താണ്? വലിയ കൊട്ടാരം കെട്ടി താമസിച്ചവരൊന്നുമല്ല, അല്ലെങ്കിൽ വലിയൊരു ബിൽഡിങ്ങിന്റെ ഉടമസ്ഥന്മാരൊന്നുമല്ല, കുറെ കൃഷിന്റെ ഉടമസ്ഥന്മാരൊന്നുമല്ല. അവരെങ്ങനെ ജീവിച്ച് ഉണ്ടതും കുടിക്കും, ഇല്ലെങ്കിൽ കടന്നുറങ്ങും, ആക്ഷേപമില്ല, ആരോടും പറയുന്ന വിഷയമില്ല. അവർക്ക് യാതൊരു പ്രശ്നമില്ല. ഈ ഭൗതിക ദുനിയാവിനോട് ഇന്ന് തന്നെ കിട്ടണം, ഇന്ന് തന്നെ തിന്നണം, ഇന്ന് തന്നെ ആവണം എന്നുള്ള യാതൊരു നിശ്ചയം അവർക്കില്ല. കിട്ടുന്ന സ്ഥലത്ത് പോയിട്ട് ഉറങ്ങും, നല്ലതായ ഹലാലായ ഭക്ഷണം മാത്രം ഭക്ഷിക്കും, അത് തന്നെ കുറഞ്ഞ നേരം ഭക്ഷിക്കും, കൂടുതൽ സമയം അല്ലാഹുവിലേക്ക് ഇബാദത്ത് അങ്ങോട്ട് എടുക്കും, കഴിയുന്നത്ര വരെ ഇതാക്കും, അധ്വാനിക്കുന്നവർ തന്നെയാണ് ഔലിയാക്കൾ. വിറക് വെട്ടാൻ പോയിക്കൊണ്ട് കാട്ടിൽ നിന്ന് വിറകെല്ലാം കൊത്തിക്കൊണ്ടാന്ന് അത് വിറ്റ് സ്വന്തം കുടുംബത്തിന് വേണ്ടി കൊടുത്തു, കുറെ അംശങ്ങൾ ഏതാക്കി സാധുക്കൾക്കും നമ്മോട് കൊടുത്തു. ഇങ്ങനെ സമ്പാദിച്ചതിനെ അവർക്കും മറ്റുള്ളവർക്കും കൊടുത്ത് ഈ ദുനിയാവിൽ ജീവിച്ചവരായിരുന്നു ഏകദേശം അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ മുഴുവനും. ഔലിയായ കൊണ്ട് പണിയെടുത്തുകൂടാ, ഔലിയായ കൊണ്ട് പിന്നെ മറ്റുള്ളതായ പണിയും സ്വര എടുത്തുകൂടാ, അങ്ങനത്തെ ഒന്നുമില്ല. എല്ലാ ഔലിയാക്കന്മാരും കഠിനമായ പണിയും ജോലിയെല്ലാം എടുത്ത് ജീവിച്ചിരിക്കുന്നവരാണ്. എത്ര ഔലിയാക്കന്മാരുണ്ട് ബഹുമാനപ്പെട്ട ചെരുപ്പ് തുന്നൂറ്റി നടന്നവര്, ചെരുപ്പ് ഇങ്ങനെ തുന്നിക്കൊണ്ട് നടന്നവരെ ജീവിച്ചിരിക്കുന്ന എത്ര ഔലിയാക്കന്മാരുണ്ട്. കടലിൽ മീൻ കുടിക്കാൻ പോയ എത്ര ഔലിയാക്കന്മാരുണ്ട്. ഇങ്ങനെ ഓരോരുത്തരുടെ ചരിത്രം അങ്ങോട്ട് പറയാ വളരെയധികം ഇർഷാദുൽ ആഫിയെല്ലാം നോക്കിയാൽ ഓരോ ഔലിയാക്കന്മാർ ചരിത്രം അങ്ങോട്ട് പറയുന്നുണ്ടെങ്കിൽ അതെല്ലാം വിശദീകരിച്ച് പറയേണ്ട പിന്നെ ആഗ്രഹിക്കുന്നില്ല. ശേഷം നമ്മുടെ അബ്ദുള്ള ബാക്കർ നമുക്ക് വിശദീകരിച്ച് നമുക്ക് പ്രസംഗിക്കാനുണ്ട്. അതുകൊണ്ട് നാം ഓരോരുത്തരും പഴയ കാലങ്ങളിലൊക്കെ അഷാമാലിന്റെ ഇടയിൽ പൂർവികമായ ആൾക്കാരെ മൊയ്തീന്മാരെ അങ്ങോട്ട് പാടും. ഇത് മൊയ്തീൻ മാലയുമില്ല, മൊയ്തീനുമില്ല, ഒന്നുമില്ല. ഇന്നെല്ലാം ഇതാണ് നമ്മുടെ കൈമിലുള്ള ഒരു സാധനം. ഈ തല അങ്ങോട്ട് നിർത്തിയാൽ, മഗ്‌രിബിനെ അങ്ങോട്ട് നിർത്തിയാൽ രാത്രി 12 മണിക്ക് ശേഷം ആ തല അങ്ങോട്ട് പൊന്തു. രാവിലെ 8 മണിക്ക് ആ തല അങ്ങോട്ട് താത്തിയാൽ വൈകുന്നേരം 5 വരെ ആ തല അങ്ങോട്ട് പൊന്തുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് പരക്ക് വന്ന ആരാൽ ആ തല താത്തിയിട്ട് തന്നെയാണ്. ആര് വന്നാലുമുള്ള, ആര് കേട്ടാലുമുള്ള, ആര് ചോദിച്ചാലുമില്ല, ഒന്നും പ്രശ്നമില്ല, ആ തല താഴ്ചിട്ട് തന്നെ. ഇങ്ങനെയുള്ള ഒരു ലോകത്ത് നാം അങ്ങോട്ട് ജീവിക്കുമ്പോൾ എല്ലാവരും ഇതിൻ്റെ അടിമയാണ്. എത്ര പ്രായമുള്ളതായ ആൾക്കാർ, വയസ്സന്മാർ, വയസ്സിട്ട് തൊണ്ടിമാർ ഒക്കെ ആളെ കൈവരും. ഇതില്ലാത്ത ഒരാളിന്റെ ഭൂലോകത്ത് ആരെങ്കിലും ഉണ്ടാ? ആരുമില്ല. അങ്ങനെയുള്ള നമ്മുടെ ഈമാൻ നശിപ്പിക്കുന്ന ഒരു വലിയൊരു ഭാഗമാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ കൽബിൽ നമ്മോട് പോയി, നമ്മൾ ആ കാഴ്ചകൾ മറ്റോ യൂട്യൂബിലേക്കും വാട്സപ്പിലൊക്കെ നമ്മുടെ ആ ശ്രദ്ധയിൽ അങ്ങോട്ട് ബഹുമാനപ്പെട്ട മുനികളെ ലോകത്തിൽ വല്ലതും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, വല്ല ഭൂമി കുലുക്കമുണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആഫത്ത് വന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ ശ്രദ്ധയിൽ കൂടിയല്ലേ നമ്മളങ്ങോട്ട് പോകുക. നമുക്ക് അള്ളാഹുവിന് ഓർമ്മ ഉണ്ടാകോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ളതായ സന്ദർഭം ഉണ്ടാകോ? അതുകൊണ്ട് വളരെയധികം ജാഗ്രത, പ്രത്യേകിച്ച് രാത്രി നമ്മൾ ഉപയോഗിച്ചത് അഷ്റഫുൽ വറാ തഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ചത് നേരത്തെ ഉറങ്ങാൻ, നേരത്തെ എണീക്കുക എന്നുള്ള തത്വമാണ്. വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കണം. ബഹുമാനപ്പെട്ട മുനികളെ, മഹത്തുക്കളായ ആൾക്കാരെ അശാന്റെ ഒരു ദുആ പഠിപ്പിച്ചിട്ടുണ്ട്. اللهم احفظنا في ظلمة الليل كما حفظتنا في ضوء النهار واصرف عنا بلاء الليل كما صرفت عنا بلاء النهار. എന്തൊരു ദുആയാണ്! ലോകത്ത് കടന്ന് എല്ലാവിധ ആഫത്തുകളും, ഭൂമി കുലുക്കങ്ങളും, എല്ലാ സുനാമികളും, അമേരിക്ക നടന്ന അടുത്ത കാലത്തിന് പോലെ തീ പിടിച്ചതും ഒക്കെ പാതിരാ സമയത്താണ്, എല്ലാവരും ഉറങ്ങുന്ന സമയത്താണ്. അള്ളാഹുവിന്റെ അദാബ് മുഴുവൻ അങ്ങോട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അതിനൊത്തൊരു കാക്കാൻ വേണ്ടിയാണ് പൂർവികമായ ആൾക്കാരെ അശംസ്കാരിച്ച് ദുആ പഠിപ്പിച്ചത്. രാത്രിയുടെ ഇരുളുകളിൽ പടച്ച റബ്ബേ, നീ കാക്കണം, ഞങ്ങൾ കടന്നുറങ്ങുന്നവരാണ്, ഞങ്ങൾക്ക് യഥാർത്ഥമില്ലാത്തവരുറങ്ങുന്നവരാണ്, ആര് വിളിച്ചാൽ ഞങ്ങൾക്ക് എണീക്കാൻ സാധ്യമല്ല. അങ്ങത്തെ ഓർക്കുന്ന സന്ദർഭത്തിൽ നീ സുനാമി തന്നു, അഗ്നി വന്നും, തീ തന്നു, ഇടിവെട്ടിയും ഭൂമി കുലുക്കിയും ചണ്ടമാരുതനും തന്നു. പടച്ച റബ്ബേ, നീ കാക്കണേ റബ്ബേ, ഞങ്ങൾ അതിൽ പെടുത്തിക്കല്ല, ഞങ്ങൾ മരിച്ച ഈമാൻ കിട്ടാതെ മരിച്ചു പോകും. പിന്നെയും രാത്രിയുള്ള എല്ലാ ബലാകളെയും
നീ തട്ടിത്തിരിച്ച് കളയണേ റബ്ബേ, ഞങ്ങൾക്ക് ഞാൻ കൊടുത്തല്ലോ. എപ്പോഴും ദ്വാരക്കാണ് ഇത് ബഹുമാനപ്പെടുകയുടെ എന്ത് സംഭവിക്കുന്ന ആരും ചെല്ലാൻ സാധ്യമല്ല. അതുകൊണ്ട് നമ്മുടെ മഹത്തുക്കളായ ആൾക്കാരെ പഠിപ്പിച്ചെന്ന രൂപത്തിൽ നമ്മുടേതായ ഇതിൻ്റെതായ ഉപയോഗം വളരെ കുറച്ച് ഇനിയെങ്കിലും നമ്മുടേതായ നാവുകളെ അള്ളാഹുവിലേക്ക് ദിക്ർ ചെയ്യുന്ന നാവാക്കി മാറ്റാൻ എല്ലാവരും ശ്രമിക്കണമെന്നും ഇങ്ങനെയുള്ളതായ ആൾക്കാർക്കുള്ള മഹത്തുക്കളായ ആൾക്കാരുടെ അവരുടേതായ മദ്ഹുകൾ ഇങ്ങനെ പാടിയും പറഞ്ഞങ്ങോട്ട് നടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ പൂർവികമായ ആൾക്കാർ നന്നാവാനതായ കാരണം ഈ മഹത്തുക്കളായ ആൾക്കാരെ മദ്ഹ് അങ്ങോട്ട് പാടി ആ മദ്ഹിനനുസരിച്ചവരെ കൽബിനിക്ക് വലിയ തെളിച്ചവും വെളിച്ചവും കൊടുത്തത് കൊണ്ടാണ് നഫീസത്ത് ബീവിയുടെ ബദരീങ്ങളുടേതായ എല്ലാ മാലകളും. ആ കാലത്ത് വിദ്യാഭ്യാസവും പഠിപ്പൊന്നുമില്ല, പക്ഷേ അവർക്ക് മാല പാടാൻ അറിയാം. ഈ കാലത്താണ് മദ്രസ പഠിപ്പ്, എല്ലാ പഠിപ്പും പൊടിപ്പുണ്ടെങ്കിലും ആ മാല പാടിയ, ആ മൊയ്തീൻ മാല പാടിയ, റിഫായി മാല പാടിയ, നഫീസത്ത് മാല പാടിയതായ ഒരു തൊണ്ടിപ്പെണ്ണിന്റെ ഈമാൻ പോലും ഇന്ന് കിതാബ് ഓതി പഠിച്ചതായ ആലിമ്യങ്ങൾക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട മുഅ്മിനുകളെ അത് എത്ര സത്യമാണെന്ന് തെളിയിച്ചേരാനെ കൊണ്ട് സാധിക്കും. ബഹുമാനപ്പെട്ട മുഅ്മിനുകൾ അത്രക്ക് വലിയ അപകടത്തിലേക്കാണ് നമ്മൾ ഓരോന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈമാൻ നശിച്ചങ്ങോട്ട് പോവുകയാണ്. പക്ഷേ നമുക്ക് ഏതാവുന്നു? നിസ്കാരമുണ്ട്, എല്ലാമുണ്ട്. യുസല്ലൂന സ്വലാത്ത വയഖറഊനൽ ഖുർആൻ. നിസ്കാരം നല്ല ചന്തത്തിലുണ്ടാവും, നല്ല കാര്യമായിരിക്കും, നല്ല ഖിറാഅത്തായിരിക്കും, കേൾക്കാൻ നല്ല പാങ്ങുണ്ടാവും, എന്തോരോത്താണ്. പക്ഷേ ലൈസലഹും ഈമാൻ, അവരെ ഖൽബിൽ ഈമാൻ ഉണ്ടാവുകയില്ല. പൂർവ്വകാലത്ത് അങ്ങനെയാണോ? അവർക്കുള്ള കേൾക്കാൻ രാഗം വിട്ട് പറ്റില്ല, പഠിപ്പൊന്നുമില്ല. പക്ഷേ അവരെടുത്ത് നിസ്കരിക്കും. പക്ഷേ അവർക്ക് വലിയ രാഗോ അല്ലെങ്കിൽ വലിയ അതോ വലിയ ഇതൊന്നുമില്ലെങ്കിലും ഖൽബിൽ അവർക്കുണ്ട് ഈമാൻ ഉണ്ടായിരുന്നു. അവർക്ക് ആ ഈമാൻ ഉണ്ടായിരുന്നു. 4 ആളുണ്ടെങ്കിലും ആ 4ക്ക് 400ന്റെ ശക്തി ഉണ്ടായിരുന്നു. ഇന്ന് 400 ഉണ്ടെങ്കിൽ ആ 4 ആളെ ശക്തി ഇല്ലാത്തതിന്റെ പേരിലാണ് ബഹുമാനപ്പെട്ട മുഅ്മിനുകളെ നാം ഇത്രമാത്രം കഷ്ടപ്പെട്ടിരിക്കുന്ന. അല്ലാഹു നമ്മളെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാം ധരിപ്പിക്കുക. അതുകൊണ്ട് നാം ഓരോരുത്തരും നമ്മുടേതായ ഇങ്ങനെയുള്ളതായ വാർഷിക ദിനത്തിൽ വാതിനുമരുകളെ ഓർമ്മിക്കലോടുകൂടി നമ്മുടെ പരക്കുന്ന ഇനിയെങ്കിലും ഈ മൊയ്തീൻ മാലന്റെ ഒരു 2 വരി പാടാനെങ്കിലും സന്ദർഭം നമ്മൾ ഉപയോഗിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അർഹമുർ റഹീമായ ആസിയ മൽക്കുൽ ജബ്ബാറായ അല്ലാഹു നിന്റെ മഹദായ ഫദ്ൽ കൊണ്ടും ആരംഭപ്പോയ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ബർക്കത്ത് കൊണ്ടും ഔസുൽ ആദം തങ്ങളുടെ ബർക്കത്ത് കൊണ്ടും ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ എല്ലാ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും സർവ്വ ഹാജത്തുകളും മുറാദുകളും നീ ഹാസിലായി കൊടുക്കണേ റഹ്മാനെ. മുറാദുകളെ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. പ്രത്യേകിച്ച് നമ്മുടെ ഇസ്മായിൽ, അദ്ദേഹമാണ് നമ്മുടെ നാട്ടിന് വേണ്ടി വളരെ അധികം സഹായിക്കുകയും അദ്ദേഹത്തിൻ്റെ എല്ലാ നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ പുരോഗതിയുടെയും 75% തന്നെയാണ് നമ്മുടെ ഇസ്മായിലിൻ്റെ. എല്ലാവർക്കും ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. ഇന്നത്തേതായ ഈ സന്ദർഭത്തിലും 11,000 രൂപ ഏൽപ്പിച്ച അദ്ദേഹത്തിൻ്റെ ഒരു മകളെ നമുക്കറിയാം. ആ മകളെ കാര്യത്തിൽ സാറയുടെ കാര്യത്തിൽ ആരക്കണമെന്നാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അർഹമുർ റഹീമായ തമ്പുരാനെ ഈ സദഖന്റെ ബർക്കത്ത് കൊണ്ട് ഔസുൽ ആദം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ആ സാറയുടേതായ നല്ല ബുദ്ധിയും കഴിവും ആരോഗ്യവും ആഫിയത്തും കൊടുത്ത് ആ കിടാവിനെ നീ നല്ല നടത്തത്തിമായി കൊണ്ടും സംസാരിച്ചുകൊണ്ടും മദ്രസയിൽ പോയിക്കൊണ്ടും ശാലയിൽ പോയിക്കൊണ്ട് കാണുന്ന ഒരു നല്ലൊരു കാലം നീ എളുപ്പത്തിൽ നീ ആക്കി കൊടുക്കണേ റഹ്മാനെ. സദഖന്റെ ബർക്കത്ത് കൊണ്ട് ആ കിടാവിന് സംസാരിച്ചുകൊണ്ട് തന്നെ എല്ലാം വെച്ച് ചെയ്യുവാനുള്ളതായ ആഫിയത്ത് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. നീ കാലതാമസമാക്കല്ല റഹ്മാനെ. ഔസുൽ ആദം തങ്ങളെ കറാമത്ത് കൊണ്ടും ബർക്കത്ത് കൊണ്ടും എത്രയോ രോഗങ്ങളെ നീ ശിഫിയാക്കിയിട്ടുണ്ട്. അതേ രീതിയിൽ ഈ സാരന്റെ രോഗത്തിനെ നീ ശിഫിയാക്കി ആഫിയത്തിലാക്കി ആ കുടുംബത്തിൽ നീ സന്തോഷം നീ നൽകണേ റഹ്മാനെ. റഹ്മാനെ നമ്മുടേതായ പള്ളിക്ക് വേണ്ടി തന്നെ അതിന് വേണ്ടി നമുക്ക് എടുത്തു തരാമെന്ന് ഞാൻ മുന്നാതെ വിളിച്ചു പറഞ്ഞു. അതൊന്ന് നോക്കണം പിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അർഹമുർ റഹീമായ തമ്പുരാനെ അദ്ദേഹത്തിൻ്റെതായ ആ നല്ലതായ ആ കരുത്തിനേക്കാളും ഹൈറായ നിലക്ക് അദ്ദേഹത്തിൻ്റെതായ ആ മുറാദിനെ നീ ഹാസിലായി കൊടുക്കണേ റഹ്മാനെ. നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. ആഫത്ത് ബലാ മുസീബാത്തിനെ തൊട്ടെല്ലാം നീ കാക്കണേ റഹ്മാനെ. അദ്ദേഹത്തിന്റെ ബിസിനസ്സുകളിലും അദ്ദേഹത്തിന് ഇടപെടുന്ന എല്ലാ കാര്യങ്ങളും ഹൈറിലും ബർക്കത്തിലും നിഅമത്തിലും ഐശ്വര്യത്തിലും നീ ആയി കൊടുക്കണേ റഹ്മാനെ. പെട്ടെന്നുള്ള രോഗങ്ങളെ തൊട്ടും ആഫത്തുകളെ തൊട്ടും മുസീബാത്തുകളെ തൊട്ടും എല്ലാവിധ കഷ്ടനഷ്ടങ്ങളെ തൊട്ടും നീ അർഹമുർ റഹീമായ തമ്പുരാനെ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബങ്ങളെയും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ നാട്ടുകാരെയും നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ക്യാൻസർ പോലത്തെ രോഗത്തോടെ നീ കാക്കണേ റഹ്മാനെ.
കിഡ്നി ഫെയിലായി പോകുന്ന രോഗത്തിനെ തൊട്ട് നീ കാക്കണേ റഹ്മാനെ. സ്ട്രോക്ക് പോലത്തെ രോഗത്തിനെ തൊട്ട് നീ കാക്കണേ റഹ്മാനെ. ഹാർട്ട് അറ്റാക്ക് പോലത്തെ രോഗത്തിനെ തൊട്ട് നീ കാക്കണേ റഹ്മാനെ. പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്നതായ മരണത്തിനെ തൊട്ട് നീ കാക്കണേ റഹ്മാനെ. പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെടുന്ന മരണങ്ങളെ തൊട്ട് നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. കാത്തുരക്ഷിക്കണേ റഹ്മാനെ. അർഹമുർ റബ്ബേ, കടം കൊണ്ട് വിഷമിക്കുന്നവരെ കടത്തിൽ നീ സലാമത്തായി കൊടുക്കണേ റഹ്മാനെ. പൊമ്മക്കൾ ബാനുള്ളവരുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ വിചാരിച്ചതിനേക്കാളും ഹൈറായ നല്ലൊരു പൊതുവിനെ തന്നെ തങ്ങളുടെ വർക്കത്തുകൊണ്ട് നീ സെറ്റായി കൊടുത്ത് മംഗലം കഴിച്ചു കൊടുക്കാൻ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. പെണ്ണ് കെട്ടാനുള്ളതായ ബാല്യക്കാർക്കും സ്വാലിഹത്തായ നല്ല പെണ്ണ് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. മക്കളെ കാര്യത്തിൽ ബേജാറായിരിക്കുന്നു, കാരണം വളരെയധികം മോശപ്പെട്ടതായ ചുറ്റുപാടാണ്. അതുകൊണ്ട് നമ്മളെ മക്കളെ അർഹമുർ തമ്പുരാനെ സ്വാലിഹായ മക്കളാക്കണേ റഹ്മാനെ. വൈതെറ്റിപ്പോകുന്ന മക്കളാക്കിയ കൂട്ടത്തിൽ നീ പെടുത്തല്ല റഹ്മാനെ. ലഹരിക്കിൻ്റെതായ ബാക്കി പോകുന്ന മക്കളെ കൂട്ടത്തിൽ നീ പെടുത്തല്ല റഹ്മാനെ. ആരെങ്കിലും ലഹരിയോ മറ്റോ കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ സൽബുദ്ധി നൽകി അവരെ ഹിദായത്തിലായി കൊടുക്കണേ റഹ്മാനെ. അർഹമുർ തമ്പുരാനെ, എല്ലാ കാര്യവും നീ ഹൈറാ നൽകി പൂർത്തീകരിച്ചരണേ റഹ്മാനെ. നമ്മുടെയും നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട്, എല്ലാവരുടെ സർവ്വ പാപങ്ങളും വിട്ടുപുറത്ത് ഞങ്ങളെയും അവരെയും ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗീയ ലോകത്ത് ആരംഭമായ മുത്ത് മുസ്തഫ മുഹമ്മദീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. നമ്മുടെ സമുദായത്തിന് നീ കാക്കണേ റഹ്മാനെ. സമുദായത്തിനെ നീ സഹായിക്കണേ റഹ്മാനെ. സമുദായത്തിനെ ഒగ్గട്ടയിലാക്കണേ റഹ്മാനെ. ഒരുമയിൽ നീ ആക്കണേ റഹ്മാനെ. ഉലമാക്കളുടെ ഇടയിൽ നീ ഒരുമ നൽകണേ തമ്പുരാനെ. പരസ്പരം നീ സ്നേഹം നീ നൽകണേ റഹ്മാനെ. ആ ഒരു സുന്നത്ത് വൽ ജമാഅത്തിന്റെ എല്ലാ ആലിമീങ്ങളെയും നീ ഒരുമയിലും സ്നേഹത്തിലും സന്തോഷത്തിലും ഒగ్గട്ടയിലും നീ ആക്കി തീർക്കണേ റഹ്മാനെ. ഞങ്ങളുടെ സ്ഥാപനങ്ങളെയും ഞങ്ങളുടേതായ പള്ളികളെല്ലാത്തിനെയും നീ കാക്കണേ റഹ്മാനെ. നീ കാക്കണേ റഹ്മാനെ. നീ കാക്കണേ റഹ്മാനെ. അർഹമുർ റബ്ബേ, ഞങ്ങളെല്ലാം മരിക്കുന്ന അവസരത്തിൽ കാമില ഈമാനോടുകൂടി ആഖിബത്ത് നന്നായിക്കൊണ്ട് അവസാനത്തെ കലിമത്തും അവസാനത്തെ വൈവിപ്പും അവസാനത്തെ സംസാരവും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദോട് നീ ആക്കി തീർക്കണേ റഹ്മാനെ. നമ്മുടെ മജ്ലിസിന് വേണ്ടി സീരണിക്ക് വേണ്ടിയിട്ടും ഈ നമ്മുടേതായ മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും സംഭാവന ചെയ്തവരുടെ സംഭാവനകളൊക്കെ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. കബൂൽ ചെയ്യണേ റഹ്മാനെ. നീ സ്വീകരിക്കണേ റഹ്മാനെ. ആഖിറത്തിൽ വലിയൊരു സമ്പത്തായിക്കൊണ്ട് ഒരു മുതലായി അതിന് നീ കണക്കാക്കി തരണേ റഹ്മാനെ. ഞങ്ങൾ പാവങ്ങളാണ് റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തിന്റെ മുക്കാൽ അംശവും കഴിഞ്ഞു. അർഹമുർ റഹ്മാനെ, കുറഞ്ഞ അംശം മാത്രമേ നിന്റെ അടുക്കിലേക്ക് വരാൻ സമയമുള്ളൂ. ഏത് സമയത്തിൽ വരും, എപ്പം വരും, ഏടെ വെച്ചിട്ട് വരും, ഞങ്ങൾ ചെല്ലാൻ അങ്ങോട്ട് സാധ്യമല്ല. പടച്ചറബേ, ഉള്ള സമയം മുഴുവനും നിന്നെ ഓർത്തുകൊണ്ട് നിനക്ക് ദിക്ർ ചെല്ലാനുള്ളതായ ഒരു തൗഫീഖ് നൽകി ഞാൻ അനുഗ്രഹിക്കണേ റഹ്മാനെ. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഫർദ് നമസ്കാരം ഖളാ ആവാതെ കണ്ട് കൃത്യസമയത്ത് തന്നെ ജമാഅത്തായി നിസ്കരിക്കാൻ, നെറ്റി നിലത്ത് വെച്ച് സുജൂദ് ചെയ്ത് നിസ്കരിക്കാൻ, നിന്ന് നിസ്കരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഖസേരയുടെ കുർസിന്റെ മേലെ നിസ്കാരത്തിന് തൊട്ട് ഞങ്ങൾ അത്തരത്തിലുള്ള രോഗത്തിൽ നീ ആക്കി തീർക്കല്ല റഹ്മാനെ. ഞങ്ങളുടെ ശരീരത്തിലേക്ക് മരിക്കുന്നത് വരെ ആഫിയത്തും ആരോഗ്യവും ഖുവ്വത്തും സിഹത്തും നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കുടുംബത്തിന് നീ സന്തോഷം നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ നാടുകളിൽ നീ സന്തോഷം നൽകണേ റഹ്മാനെ. നമ്മൾ ദീനി പഠിപ്പിക്കുന്ന ഉസ്താദന്മാരുണ്ട്, അർഹമുർ റഹ്മാൻ തമ്പുരാൻ ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ. അവർക്ക് ഐശ്വര്യം നീ നൽകണേ റഹ്മാനെ. പൊരയില്ലാത്തവന് പൊര എടുത്ത് നിൽക്കാൻ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങളുടേതായ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മജ്ലിസിന്റെ ബർക്കത്തുകൊണ്ട് ഓസുല്ലാദമിന്റെ ബർക്കത്തുകൊണ്ട് എല്ലാവിധ പരിഹരിച്ച് ഞങ്ങൾക്കെല്ലാം സന്തോഷം നീ നൽകി ഞങ്ങളെല്ലാം നിന്റെ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തണേ റഹ്മാനെ എന്ന് മാത്രം അങ്ങോട്ട് ദുആ ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാക്യത്തിൽ ഈ മജ്ലിസ് ഉദ്ഘാടനം ചെയ്ത് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.